അതാ ആ പൊന്തി നിൽക്കുന്ന സ്ഥലത്താണ് കയറേണ്ടത്. ഇതിപ്പോ ചട്ടി നിറഞ്ഞല്ല, ചിക്കൻ ബിരിയാണിയൊക്കെ കൂടി എന്താവും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേ ആ മല കയറാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ആ മല കയറണമെങ്കിൽ ഇതിലെങ്ങനെ ചുരം കയറുന്ന പോലെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി അവിടെ എത്തണം. എന്താ വെച്ചാൽ ഡയറക്റ്റ് ഇങ്ങനെ കയറാൻ പറ്റില്ല. കാണുമ്പോൾ ഈസിയാണ്, ഈ കാണുമ്പോൾ ഈസി കണ്ടിട്ടാണ് ഞാൻ വന്നത് കേട്ടോ ഇവിടെ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത്. അത്ര ഈസി അല്ല അത് കയറാൻ പറ്റും, പക്ഷെ വളഞ്ഞ് ചുരിഞ്ഞ് ഇങ്ങനെ കയറി പോകണം. ഈ പച്ചപ്പ് കാണുന്ന സൈഡിൽ കൂടെ ഇങ്ങനെ കയറി വേണം പോവാൻ, അല്ലാണ്ട് ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ ഒരു കുഴിയും വെള്ളമാണ്. പിന്നെ ഡയറക്റ്റ് പോയാലും അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി പോകണം. അത് നമ്മൾ പോക്ക് സക്സസ് ആവുമോ എന്നറിയില്ല. ഇനി നമുക്ക് കയറാൻ ഒരു പക്ഷേ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ആവാനാണ് സാധ്യത. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്താ വെച്ചാൽ കുറേ ദൂരം അങ്ങോട്ട് നടക്കണം, അതാണൊരു പ്രശ്നം. പിന്നെ ഒറ്റയ്ക്കല്ലോ, ആശാനും ഇല്ല എന്ന്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ, ഇതിലെ കയറാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട്, അങ്ങനെ കയറാൻ പറ്റുവാണെങ്കിൽ മേളിൽ നമ്മൾ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ താഴെ തന്നെ ചെയ്യും കേട്ടോ. ഓക്കെ. നമ്മൾ ഏകദേശം ടോപ്പിലെത്തിട്ടോ. വയ്യ, മടുത്തു. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, വലിയ കുഴിയാ. ഏതായാലും നമ്മൾ എത്തിപ്പെട്ടത് നല്ല സ്ഥലത്താട്ടോ.
അവിടെ ഒരു പാറ ഉണ്ടോ? ആ ഒരു പാറയുടെ മുകളിൽ ഒരു തല പോലെ ഒരു പാറ, അതാണ് ഫാൻഡ് റോക്ക്. വയനാട്ടിലെ ഫാൻഡ് റോക്ക് എന്ന് അറിയുമായിരിക്കും അല്ലെ? ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. ഒരു പാറ ഇങ്ങനെ നിന്നിട്ട് അതിന്റെ മുകളിൽ തല പോലെ ഒരു പാറ ഇങ്ങനെ ഇരിക്കുക. പിന്നെ അതിന്റെ അടുത്തോട്ടൊക്കെ പോവാട്ടോ. അത് ഈ വഴിയല്ല, ഈ വഴി പോകാൻ പറ്റില്ല. എന്താ വെച്ചാല് കുറച്ച് റിസ്ക് ആണ്. പിന്നെ എന്താ വെച്ചാൽ താഴോട്ട് കുഴിയല്ലേ, ഈ കുഴി ഇറങ്ങി വേണം അങ്ങോട്ട് കയറാൻ. അത് വലിയ പാടാ. അതിന് വേറൊരു വഴിയുണ്ട്. ഞാനും ആശാനും പണ്ടൊരിക്കല് ഒരു മലേന്റെ മേളിൽ കയറിയല്ലോ. ആ ഒരു വഴി പഴയൊരു വീഡിയോയിലുണ്ട്. അത് ആ വഴിയാണ് അത് കയറേണ്ടത്. പിന്നെ നമുക്കിപ്പോ എന്തായാലും ടെന്റ് അടിക്കാനുള്ള ഒരു സെറ്റപ്പ് സ്ഥലം നോക്കാം. നമുക്ക് എന്തായാലും ഈ സൈഡിലോട്ട് നോക്കുക വേണ്ട. താഴെ വലിയൊരു കുഴിയാണ്, ഞാനത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ഭാഗം തന്നെ അല്ലെങ്കിൽ ഈ ഭാഗം എവിടെയെങ്കിലും നിരന്നൊരു സ്ഥലേ. എന്തായാലും നമ്മൾ ഇത്രയും കയറി വന്നില്ലേ. ആശാനും കൂടി ഉണ്ടെങ്കിൽ രസമായിരുന്നു, പക്ഷെ ആശാനില്ല. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും നമുക്ക് ടെന്റ് അടിക്കാനുള്ള ഒരു സ്ഥലം ഒന്ന് തപ്പട്ടെ കേട്ടോ. നമുക്ക് ടെന്റ് അടിക്കാനുള്ള സ്ഥലമാണ് ഇപ്പൊ ഒരു പ്രശ്നം. പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്താ അറിയോ, ഭയങ്കര കാറ്റടിക്കണേ. ടെന്റ് മാറി പോവുന്ന താഴെയൊക്കെ ഭയങ്കര കുഴിയട്ടാ. ഇതുണ്ടോ ഇപ്രഭാഗം, ഈ താഴ്ഭാഗം ഫോറസ്റ്റാണ്, വലിയ ഫോറസ്റ്റ് ആട്ടോ. ഇവിടെ എവിടെയെങ്കിലും ടെന്റ് അടിച്ചാലോ? ഇത് നല്ല സ്ഥലം കേട്ടോ. ഇത് നല്ല സ്ഥലമാണ്. നമുക്ക് ഇവിടെ തന്നെ ടെന്റ് അടിക്കാം. ഇതാകുമ്പോൾ എന്താ അറിയോ, ഒരു മല ഇങ്ങനെ ചുറ്റിനും മലയാണ്, കാറ്റധികം പിടിക്കില്ല. ഇത് എങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ. ഇതും ഈ സൈഡിലോട്ട് കാടാണ്. ഇതുണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും കയറാനുണ്ട്. നമ്മൾ കയറണില്ല, പക്ഷെ ഇനിയും കയറാനുണ്ട്. ഉണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും നമ്മൾ ഇവിടെ തന്നെ അല്ല, അടിപൊളിയൊരു സ്ഥലം. അടിപൊളിയൊരു സ്ഥലം. നമുക്ക് ടെൻറ്റും അടിക്കണ്ട, ഒന്നും അടിക്കണ്ട. അതെ, ഒരു ഗുഹ. ഇതാക്കിയാലോ? ഇത് മതി. ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇതാകുമ്പോൾ അവിടെ കിടക്കുകയും ചെയ്യാം. താഴെ 2 കല്ല് വെച്ച് തീ വിടാം. മഴ പെയ്താൽ നനയുമില്ല. അടിപൊളി സ്ഥലം. അങ്ങോട്ടൊരു കുഴിയാണ്, അത് കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. ഇവിടെ ഒന്നും കിടക്കണ സ്ഥലമൊന്നും അല്ലാന്ന് തോന്നിട്ട് കണ്ടിട്ട്. കുഴപ്പമില്ല, നമുക്കെന്തായാലും ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാം അല്ലേ? അതാ നല്ലത്. എന്തായാലും നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ടെൻറ്റ് അടിക്കാനുള്ള സ്ഥലം നമ്മൾ ഒഴിവാക്കി. നമുക്ക് നല്ല പാറപ്പത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ ആട്ടാ. എന്നാലും നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് ഒന്ന് സെറ്റാക്കട്ടെ. ഈ സാധനമൊക്കെ ഏറ്റിക്കൊണ്ടല്ലാണ് ഒരു പണി. ഈ സാധനം കൊണ്ട് നടക്കലാണ് ഒരു പണി. അയ്യോ, എന്തായാലും സംഭവം സെറ്റാണ്. നമുക്കെന്തായാലും നല്ലൊരു സ്ഥലം കിട്ടി. നല്ല സ്ഥലം കേട്ടോ. വേറെ കാറ്റോ ശല്യങ്ങളോ ഒന്നുമില്ല. നോക്ക്, അടിപൊളി സ്ഥലം. നമുക്ക് തീ വേണമെങ്കിൽ ഇവിടെ പുറത്തുതന്നെ സെറ്റാക്കാം അല്ലേ? ഇവിടെ അതിനുള്ളിൽ കിടക്കാം. അതിനുള്ളിൽ കിടന്നിട്ട് തീ വേണമെങ്കിൽ തീ കുറച്ച് അതിൻ്റെ താഴെ തന്നെ ഒരു കല്ലൊക്കെ വെച്ചിട്ട് തീയിടാനുള്ള സെറ്റപ്പ് ആക്കാം അല്ലേ? അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ പരിപാടി സെറ്റാക്കട്ടെ കേട്ടോ. സമയം ഏകദേശം 5:30 അപ്പോൾ എന്തായാലും അത് സെറ്റാക്കിയിട്ട് എല്ലാം ഒന്ന് ലെവലാക്കട്ടെ. ഓക്കെ,
സംഭവമൊക്കെ ഓക്കെയാണ്, പക്ഷെ നല്ല കല്ലാണ് അടിയിൽ. കുഴപ്പമില്ല അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അടുപ്പുണ്ടാക്കണമെങ്കിൽ ഇവിടെ കല്ല് വെച്ച് സെറ്റ് ആക്കണം, അല്ലെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടെ കല്ല് വെച്ച് കെട്ടാനുള്ള പരിപാടി നോക്കണേ. എന്തായാലും കിടക്കാനുള്ള സ്ഥലം ഇവിടെ സെറ്റായി. അടുപ്പ് നമുക്ക് ഇവിടെ കത്തിക്കാം. എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് കിട്ടിയത്. മഴ പെയ്താലും ഒരു തുള്ളി വെള്ളം നനയില്ല. ഇനി 2 കല്ല് വെച്ച് ചെറിയ 2 അടുപ്പുണ്ടാക്കണം. ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇരുട്ട് പോവും. അപ്പം നമ്മൾ അടുപ്പ് എല്ലാം സെറ്റായി. നമ്മൾ കിടക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. മഴയൊന്നും വരില്ല, കാറ്റടിക്കുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതേ നമ്മുടെ അടുപ്പ് സെറ്റായിട്ടുണ്ട്. ഇതേ നമ്മൾ വിറക് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പയും ചിക്കനുമാണ് കേട്ടോ. കപ്പയും ചിക്കനും ഒരുമിച്ചിട്ടിട്ട്, ഒരുമിച്ചല്ല, ചിക്കൻ കറി ആയതിനു ശേഷം അല്ല 2 സെപ്പറേറ്റ് ചെയ്യുക അല്ലേ? അതെങ്ങനെയാണ് ചെയ്യുക നോക്കാം. എന്തായാലും തീ കത്തിച്ചിട്ടൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ഇപ്പോഴേ കത്തിച്ചില്ലെങ്കിലേ ഇനി പെട്ടെന്ന് അങ്ങ് ഇരുട്ടാവും. എന്തായാലും നമ്മുടെ അടുപ്പ് വേണ്ട, അടുപ്പൊക്കെ നല്ല സെറ്റാണ്. നമ്മുടെ ഏരിയ ഇതാണ് കേട്ടോ. വേണ്ട, നമ്മളിതിനകത്താണ്. അടിപൊളി സ്ഥലം കേട്ടോ. വേറെ കുറച്ച് കാറ്റുണ്ടെന്നേ ഉള്ളൂ, വേറെ ശല്യങ്ങളൊന്നുമില്ല. വേറെ ഇനി കുറുക്കനോ കടുവയൊക്കെ വന്നാലേ ഉള്ളൂ. കുഴപ്പമില്ല, കടുവയൊക്കെ വന്നാലും നമ്മുടെ അടുത്ത് കത്തിയുണ്ട്, സൈസാക്കി എടുക്കാം. ഞാനതായാലും തീ കത്തിച്ച് സെറ്റാക്കട്ടെ കേട്ടോ. കുറച്ച് പുല്ലൊക്കെ ആദ്യം വെച്ച് കൊടുക്കണം, എന്നാലേ ഒന്ന് സെറ്റായി വരുള്ളൂ കേട്ടോ. കത്തിക്കോളൂല്ലേ? നമ്മുടെ കപ്പയൊക്കെ എടുത്തൊന്ന് റെഡിയാക്കി വെച്ചാലോ, അപ്പോഴത്തേക്ക് തീ പിടിച്ചോളൂ അല്ലേ? അല്ലെങ്കിൽ പിന്നെ പണിയാവും.
എന്തായാലും നമ്മുടെ കപ്പയൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. ഇനി ഇതാന്ന് പറയുമ്പോഴത്തേക്ക് ഇരുട്ടുപോകും. എന്തായാലും നമ്മുടെ ലൈറ്റൊക്കെ സെറ്റായി. ഞാനിനി കപ്പ അടുപ്പിൽ വെക്കട്ടെ കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെന്റിലേ ഇരിക്കുള്ളൂ. എന്തായാലും വെച്ച് ഇത് ക്യാമറ താഴെ കുഴിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ മേളിലോട്ടൊന്നും കയറി വെക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നം. എന്താ വെച്ചാൽ ഇരുട്ടായില്ലേ. നമുക്ക് ആദ്യമേ കപ്പ വേവിച്ചിട്ട് പിന്നെ ചിക്കൻ വേവിക്കാം അല്ലേ? അതേ നടക്കുള്ളൂ. ഇന്നത്തെ കപ്പ ബിരിയാണി എന്താവും എന്നറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. നമ്മുടെ കപ്പ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ചിക്കന് കഴുകിയിട്ട് ഇതിനകത്ത് അങ്ങിടാം. അതേ നടക്കുള്ളൂ. എന്നിട്ട് ചിക്കൻ 2 തള ഇളക്കുമ്പോൾ അങ്ങ് വേവുമല്ലോ. അപ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണി, അല്ല കപ്പ ബിരിയാണി. ചട്ടി നിറഞ്ഞുട്ടാ. ഇനി നമ്മുടെ ചിക്കൻ മസാല ഇതിന്റെ മേളിലാണ് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇന്നത്തെ ബിരിയാണി നമ്മൾ പൊളിക്കും. പക്ഷേ പാത്രം നല്ലോണം നിറഞ്ഞ്. ഇത് ഞാൻ ഇളക്കാനാണ് ഒരു പാട്. ചിക്കൻ ബിരിയാണിയൊക്കെ കൂടി എന്താവും. കപ്പ നല്ലോണം വെന്ത് ചിക്കൻ ഒന്നും ആയിട്ടുമില്ല. എന്താവും നമ്മുടെ കപ്പ ബിരിയാണി? സംഭവം സെറ്റാട്ടാ. ശരിക്കും അടിപൊളിയാട്ടാ. എല്ലാ ചിക്കനും കപ്പയൊക്കെ കൂടി വെന്തിട്ട് ഇങ്ങനെ ഒരു പരിവായിട്ട് ഇരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യലായിട്ടത്. കേട്ടാ എന്താ ഐറ്റം നോക്ക്. അപ്പൊ എന്തായാലും ഇത് ഇറക്കി ഒരു സൈഡിൽ ഇറക്കി വെക്കാം അല്ലേ? ഇവിടെ വെക്കാം. ഇനി വെച്ച ചിലപ്പോ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആയി വാ, സംഭവം റെഡി. ഇനി എന്തായാലും കുറച്ച് കട്ടൻ കാപ്പിക്കും കൂടി വെള്ളം വെച്ചാല് ഇന്നത്തെ പരിപാടി അങ്ങോട്ട് സെറ്റായി. ഓക്കെ,
അപ്പോൾ നമ്മുടെ കാപ്പി റെഡിയായി, നമ്മുടെ നല്ല കപ്പ ബിരിയാണി റെഡിയായി. ഇനി നമ്മൾ കഴിക്കാനുള്ള പരിപാടി കേട്ടോ. ഇവിടെ തന്നെ ഇരിക്കട്ടെ അല്ലേ. ഇതിനകത്തോട്ടെടുത്ത് കഴിക്കാം, അല്ലെങ്കിലേ ചൂട് ചൂട് ആറിയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് കട്ടൻ കാപ്പിയും കൂടി ഒഴിച്ചാൽ സംഭവം സെറ്റായി. അയ്യോ, രാത്രി കിടക്കാൻ നേരത്ത് തീ കുറവായിരിക്കും. സംഭവം നല്ല സെറ്റാട്ടോ. എന്തായാലും ഫുള്ളായിട്ടോ. വയറ് ഫുള്ളായി. അപ്പൊ നമ്മളെ ഫുഡ് ഇന്ന് അടിപൊളിയായിട്ടോ. പോക നമ്മുടെ ചിക്കൻ ബിരിയാണി സൂപ്പറായി. എന്തായാലും കുറച്ചും കൂടി അതിനകത്ത് ഉണ്ട്, പക്ഷെ പോല നല്ല ഫുള്ളായി. മാക്സിമം തിന്നു ഞാൻ, കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ. ഇനി നമ്മളെന്തായാലേ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കട്ടെ കേട്ടോ. നമുക്ക് കിടക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കണം. ആക്കാനൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒതുക്കിയിട്ട് നമുക്ക് കിടക്കാം. അപ്പോഴത്തേക്ക് തീയും ഇങ്ങനെ കത്തിക്കോളുമല്ലോ. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ തന്നെ എല്ലാം സെറ്റാക്കി ഇനി ഇങ്ങനെ അങ്ങ് കിടന്നാൽ സംഭവം സെറ്റാണ്. തീയോടെ കത്തുന്നതുകൊണ്ട് വലിയ തണുപ്പില്ല, കാറ്റടിക്കുന്നുണ്ട് എങ്കിലും വലിയ തണുപ്പില്ല. എന്തായാലും കുഴപ്പമില്ല, നല്ല സുഖമുണ്ട്. പിന്നെ ഇപ്പൊ രാത്രിയൊക്കെ മഴ വന്നാലൊക്കെ, അങ്ങനെ മഴ വന്നാല് നേരെ ഡയറക്റ്റ് വെള്ളം അടിക്കൂല. ഇനി കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ താർപ്പായിട്ടിട്ട് അങ്ങ് പൊതിയാം അല്ലേ. എന്നാലും ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ട് കിടക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ബാക്കി രാവിലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉറക്കം ശരിയായില്ല. രാത്രി കല്ല് മേളിൽ നിന്ന് ഉരുണ്ടു വരുന്ന ശബ്ദം. എനിക്ക് തോന്നുന്നത് ഇനി ഈ കാട്ടാട്, കുറുക്കൻ അങ്ങനെയുള്ള
മേളിൽ കൂടെ നമ്മളെ ശബ്ദം കേട്ടപ്പോൾ തോന്നുന്നു എന്തോ ഓടിയിട്ടോ കല്ലിറങ്ങി ഒളികി വരുന്നുണ്ട്, കല്ലുരുണ്ട് വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നണതേ കാട്ടാടാണോ. കല്ലേ ഇതുണ്ട്, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, പക്ഷെ എന്തോ സംഭവം ഉണ്ട് മുകളിൽ. കല്ലുരുണ്ട് വരുന്നു മുകളിൽ നിന്ന്. എന്താണത്? ഉറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞാ. ഈ ശബ്ദം ഇങ്ങനെ കേട്ടിട്ട് അതാ കണ്ടാ, ഇതുണ്ടാ ചെറിയ കല്ലുകൾ ഉരുണ്ട് വരുന്നുണ്ട്. എന്തോ സംഭവം ഉണ്ട് മുകളിൽ. എന്തൊക്കെയോ ഓടി. എനിക്ക് തോന്നുന്നു കാട്ടാടാണോന്ന് അറിയില്ല. ഇതുണ്ട കല്ലൂരിന് ഇതേ കണ്ടാ. മേളിന്ന് കല്ല് വരുന്ന കേട്ടാ. രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ നേരെ തല്ലണം. അതാ ഇപ്പോഴേ എഴുന്നേറ്റിട്ട് കാര്യമില്ല. ഞാൻ ഈ വർത്താനം പറയുന്ന ശബ്ദം കേട്ടിട്ട് ഇവിടുന്ന് എന്തോ ഓടിയതാണ്. എനിക്ക് തോന്നുന്നത് കാട്ടാടായിരിക്കും, അല്ലാണ്ട് പോയി പാറപ്പുറത്ത് വേറൊന്നും അല്ലെ കുറുക്കനും. രാത്രിയൊക്കെ ഈ ശബ്ദം ഉണ്ടായിരുന്നു കേട്ടോ, കല്ലുരുണ്ട് വരുന്ന ശബ്ദം. ഈ മേൽഭാഗത്ത് കുറേ പൊടിപ്പൊടിപ്പൊരു ചെറിയ ചെറിയ കല്ലുകളുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇത് ഇറ്റുള്ള നടക്കുമ്പോൾ ഇതായി വരുന്നതായിരിക്കും കേട്ടോ ചിലപ്പോൾ. ഉണ്ടോ ഒരു ശബ്ദം? കാട്ടാടായിരിക്കും. ആടുകളാണ് ഇങ്ങനെ വലന മേൽ കൂടിയൊക്കെ നടക്കുക ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കിടക്കാനും പറ്റില്ല, നേരം വെളുത്തു. ഇതാ വെളുത്ത് വരുന്നേ ഉള്ളൂ, ആയിട്ടില്ല, സമയമായിട്ടില്ല. സമയം 5:30 ആയിട്ടുള്ളൂ. എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എഴുന്നേക്കാം അല്ലേ? എന്തൊക്കെയോ സാധനങ്ങൾ ഓടിയിട്ടുണ്ട്. ഇനിയിപ്പോ കാട്ടാടന്നെ ആയിരിക്കും. എന്താ വെച്ചാൽ ഞാനിവിടുന്ന് എൻ്റെ ശബ്ദം കേട്ടപ്പോഴേ, രാവിലെ എൻ്റെ ശബ്ദം കേട്ടോ, അതിന് മുമ്പേ ഉണ്ട് കേട്ടോ, ഒരു 4 മണിയൊക്കെ ആയപ്പോഴും ഉണ്ട് കേട്ടോ. കൂടെയൊക്കെ ഇങ്ങനെ നടക്കണ പോലെ ശബ്ദം കേട്ടു. അപ്പോൾ ഈ കുറുക്കനൊക്കെ ആണെങ്കിൽ ആ ഒരു ശബ്ദം അങ്ങനെ കേൾക്കില്ല. ഇത് ആടൊക്കെ ചാടുന്ന പോലുള്ള ശബ്ദമാണ്. വേറെ എന്തെങ്കിലും ആണോന്ന് അറിയില്ല കേട്ടോ. ഇത് എൻ്റെ രാവിലെ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ വെള്ളം ഓടിയ ഓട്ടത്തിലാണ് ആ കല്ലുരുണ്ടി വന്നത്. ചെറിയ ചെറിയ കല്ലുകൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും. പക്ഷെ നമുക്ക് കിടന്നുറങ്ങാനൊന്നും വേറെ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. വലിയ കാറ്റോ അങ്ങനെയൊന്നുമില്ല, തണുപ്പൊന്നുമില്ല. എന്തായാലും സംഭവം സെറ്റായി. ഇനി കുറച്ച് കട്ടൻ കാപ്പി വെച്ചിട്ട് കുടിച്ചൊന്ന് റെഡി ആവട്ടെ. ജലദോഷം പിടിച്ചിട്ടാ. മഞ്ഞൊന്നും കൊണ്ടില്ല, പിന്നെന്താണെന്നറിയില്ല.
അയ്യോ, ഇത്രയും വലിയ മലേനെ മേൽക്കൂടി ആട് നടക്കുവോ? അതോ ഇനി വേറെ വല്ലതുമാണ്? എന്ത് സംഭവം എന്ന് വെച്ചാൽ രാത്രി ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ കല്ല് വീഴുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ രാവിലെ ഞാൻ ഹലോ ഗുഡ് മോർണിംഗ് പറഞ്ഞ എന്റെ ശബ്ദം കേട്ടപ്പോഴാണ് കൂടുതലും വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി വല്ല പിള്ളേർ സെറ്റും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താണോന്നും അറിയില്ല കേട്ടോ. എന്താ വെച്ചാ ഇത് ഈ മല കയറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ പോലത്തെ പിള്ളേരുകൾ വരും ചില സമയത്ത്. ഇനിയിപ്പോ അവര് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇനിയിപ്പോ ഞാൻ പറയണതൊക്കെ ഇനി ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടോന്നും അറിയില്ല കേട്ടോ. അല്ല എന്താ വെച്ചാൽ രാവിലെ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ എന്റെ ശബ്ദം കേട്ടപ്പോൾ കൂടുതലായി ഇങ്ങനെ പുടപടോന്ന് വീണെന്ന് കല്ല് വരുന്ന ശബ്ദം. വലിയ കല്ലല്ല, ചെറിയ ചെറിയ കല്ല്. ഇത് അവിടെ ഞാൻ പാട് കാണിച്ചു തരാം. ഇതൊരു സൈസ് വെള്ള പൊടിയുന്ന കല്ലാണ്. ഇവിടുത്തെ ഈ ഒരു മല ഇങ്ങനെ ഇതുപോലെ ഇത് കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ പൊടിയുന്ന കല്ല. ഇത് കണ്ടോ, കണ്ടോ, ഇതാണ് ഇത്ര കട്ടിയുള്ളൂ ഈ കല്ലിന്. അപ്പൊ അതുപോലത്തെ കല്ലായതുകൊണ്ട് നല്ല ശബ്ദവും കേൾക്കും. ഓ ഭയങ്കര, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ആ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ. എന്താ വെച്ചാൽ മഞ്ഞിങ്ങനെ വിരിച്ചതുപോലെ ഉണ്ട്. ഇവിടുന്ന് ദൂരെ ക്യാമറയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, നല്ല ഭംഗിയാ. എന്തൊരു രസമുള്ള നാടല്ലേ നമ്മുടെ നാട്. ഓ എന്തായാലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒതുക്കി നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ട് സെറ്റാക്കാം കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. മേളിൽ ഇനി കയറണോ? രാവിലെ കയറാനൊരു മടി. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോവാണ്. ഇപ്പൊ കുറേശ്ശെ തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കാറ്റും ചെറിയൊരു തണുപ്പും വരുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ കല്ല് വന്ന പാട് കണ്ട, ഒരു വെള്ളപ്പൊടി പോലെ കണ്ട. വലിയ കല്ലൊന്നല്ല, ചെറിയ ചെറിയ കല്ലാണ്. പക്ഷെ ഇതാ ഇതുപോലത്തെ ഇതുണ്ട, ഇതൊക്കെ പൊട്ടി വന്നതാണ് മേളിൽ നിന്ന്. ഇത് കണ്ട, ഇതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന കല്ലാണ്. എന്താണ് സംഭവം എന്നറിയില്ല. ഇനി നമ്മൾ കയറി വന്ന സ്ഥലത്ത് വല്ല ബൈക്കോ കാറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും പിള്ളേർ വന്ന് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി എറിഞ്ഞതാന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും. വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ കാട്ടാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എന്താ വെച്ചാൽ താഴെ നല്ല ഫോറസ്റ്റ് അല്ലേ, കൊടും കാടാണ് താഴെ. അപ്പം അങ്ങനെ വല്ലതായിരിക്കും. അപ്പോൾ ഞാനിന്നാ വിടാനുള്ള പരിപാടിയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യുക.
പിന്നെ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ഏതെങ്കിലും മലയിലോ കാട്ടിലോ ഒക്കെ വെച്ച് കാണാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ എടുത്ത് വിടാൻ നോക്കട്ടെ. ഓക്കെ. ഒരു മല നിൽക്കണ നോക്കാം അവിടെ, വലിയൊരു മല. അത് ഏത് മലയാന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കയറായിരുന്നു അല്ലേ ഒരു ദിവസം. എന്തായാലും നമുക്ക് ആശാനെ കിട്ടുമോ നോക്കാം. നമുക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത് അവിടുന്നാ. അതുകൊണ്ട് ഈ മലയുടെ നമ്മൾ നിൽക്കുന്ന ഈ മലയുടെ നിഴലാണ് ഇങ്ങനെ അങ്ങോട്ട് അടിക്കുന്നത്.